ഫേക്ക് ആണെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അങ്ങനെ വിചാരിക്കും. ജാസ്മിൻ കപ്പ് കിട്ടുമോ? എനിക്ക് അങ്ങനെ അറിയില്ല. പുള്ളി കുറെ ട്രോളിയിട്ട് കണ്ടിട്ടുണ്ട്. ജിൻഡു ചേട്ടൻ എനിക്ക് പിന്നെ കല്യാണം ആയിട്ടില്ല. വൈകുന്നത് നമുക്ക് വായിക്കാൻ കിട്ടുന്ന സാധനമല്ലല്ലോ കല്യാണം. അതുകൊണ്ട് കല്യാണം സമയമാകുമ്പോൾ നടക്കും. അല്ല, അതാ ഞാൻ പറയുന്നത്. എല്ലാവരും കല്യാണമായെന്ന് ചോദിക്കുന്നുണ്ട്. കല്യാണം വാങ്ങാൻ കിട്ടുന്ന സാധനമാണോ? അല്ല. അപ്പൊ അതൊക്കെ സമയമാകുമ്പോൾ നടക്കും അല്ലേ? അതെ. പിന്നെ അനുമോള് ഒരു പ്രശ്നമില്ല. പിന്നെ എന്താ, ഏത് രീതിയിലുള്ള മാരേജ് ആണ് ആഗ്രഹിക്കുന്നത്? സാധാരണ ഒരു കല്യാണമാണ് ഞാൻ എന്താ പറയണേ എക്സ്പെക്ട് ചെയ്യുന്നത്. വീട്ടുകാരാലോചിച്ചില്ല. വീട്ടുകാര് ഇപ്പം ഞാനെല്ലാം എൻ്റെ തീരുമാനങ്ങളാണ്. ഞാൻ തീരുമാനിച്ച ശേഷം അച്ഛനും വേണ്ടി തീരുമാനിക്കും. അങ്ങനെയൊക്കെയാണ്. അതെ. സുസു ഇപ്പം ഞാൻ സുസുവിലില്ല. സുസു ഇപ്പം സ്റ്റാർട്ട് ചെയ്തു ഷൂട്ടൊക്കെ. സീരിയല്, നമ്മുടെ മെഗാ സീരിയൽ പോലെ പോവുകയാണ്. എനിക്ക് പകരം വേറൊരു പെൺകുട്ടിയാണ്. അപ്പോൾ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. ഈ സെയിം നമ്മുടെ സുസുയുടെ ഡയറക്ടർ, സുരഭി സുഹാസിൻ ഡയറക്ടർ തന്നെയാണ് ഒരു സിക്കോം, അബി മഹി എന്ന് പറയുന്ന സിക്കോം സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ ഒരു ചാനലിന് വേണ്ടി. അത് ഷൂട്ടൊക്കെ തുടങ്ങി. യൂട്യൂബിലാണ് മെയിനായിട്ടും വരുന്നത്. ഞാനും ജീവനാണ് അഭിനയിക്കുന്നത്. അതെ, ഒരു വെബ് സീരീസ് പോലെ പോവാണ്. ടെലികാസ്റ്റ് ചെയ്തില്ല. ആൾക്കാർക്ക് എന്താ പറയാ, എന്നോടാത്തെ മലയാളികളല്ലേ അല്ലേ? എന്തും പറയാം, നാക്കുണ്ടല്ലോ, എന്തും പറയാം. അത്രയാണ്. പിന്നെ TV ഷോസ് ഒക്കെ സ്റ്റാർ മാജിക്കും നന്നായിട്ട് പോകുന്നുണ്ട്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാമൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. ഇപ്പം അങ്കമാലിയിലാണ്. അങ്കമാലി നമ്മുടെ ഓപ്ഷൻസിൻ്റെ അവിടെ എന്താ NRF ഫെസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിന് ലോഞ്ചിങ്ങിന് വന്നതാണ്. സന്തോഷം. അടിപൊളി. എല്ലാവരും അടിപൊളിയാണ് അല്ലേ? അതെ. ബിഗ് ബോസ് ചാൻസ് കിട്ടിയാലോ അതൊക്കെ നമുക്ക് അപ്പൊ തീരുമാനിക്കാം അല്ലേ? അല്ല, വിളിച്ചിട്ടുണ്ടായിരുന്നു. 1-2 തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്റ്റാർ മാജിക് വിട്ടിട്ടുള്ള ഒരു പരിപാടി ഇല്ലല്ലോ. സ്റ്റാർ മാജിക് ഉള്ളതുകൊണ്ട് പോകുന്നില്ല. ബിഗ് ബോസ് ഇങ്ങനെ എപ്പിസോഡ് ഇരുന്ന് കാണാറില്ല. ഈ പറയുന്ന നിങ്ങളൊക്കെ പോലെ തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വരുന്ന ഷോർട്ട് വീഡിയോകൾ കാണാറുണ്ട്. ഏറ്റവും ഇഷ്ടം ആരെന്ന് അങ്ങനെ ഇല്ല, എല്ലാവരും ഇഷ്ടമാണ്. പിന്നെ എന്റെ ഫ്രണ്ട് ഉണ്ട് അഭിഷേക്, അവന് സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ഞാൻ പറയുന്നില്ല. അത് അവൻ ശ്രമിച്ചാലേ അവന് കിട്ടുള്ളൂ. എൻ്റെ ഫ്രണ്ടാണ് അഭിഷേക്. അപ്പോൾ അവൻ നന്നായിട്ട് ശ്രമിക്കുക, അത്രേ ഉള്ളൂ. ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിനെ പറ്റി അടിപൊളിയല്ലേ? നല്ല കണ്ടന്റ് കൊടുക്കുന്നുണ്ട് ഒത്തിരി പേര്. ജാസ്മിൻ നല്ല കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. ഗബ്രി നല്ല കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. അവർക്ക് ഏഷ്യനെറ്റിന് എന്താണ് ആവശ്യം? കണ്ടന്റ് ആണ്. അതാണ്, അത് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ജാസ്മിൻ കപ്പ് കിട്ടുമോ? അതെനിക്കറിയില്ല. അത് ജാസ്മിൻ വിചാരിക്കണം. അവൾ ശ്രമിച്ചാൽ അവൾക്ക് കിട്ടും. ഫേക്ക് ആണെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? അതല്ലേ പറഞ്ഞ ആൾക്കാർക്ക് എന്താ പറഞ്ഞുകൂടാത്തത്? അങ്ങനെ പറയും. ഞാൻ പോയാലും ഞാൻ ഫേക്കാണെന്ന് പറയും. അറിയത്തില്ല. ജാസ്മിനെ പറ്റി എനിക്ക് പേഴ്സണലി ജാസ്മിനെ അറിയത്തില്ല. അഭിഷേകിന് മാത്രമേ എനിക്ക് ഇപ്പോൾ ഉള്ള കണ്ടസ്റ്റന്റിൽ അഭിഷേകിനെ നന്നായിട്ട് അറിയാം. നല്ലൊരു കുട്ടിയാട്ടോ അഭിഷേക്. എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ആൽബം സോങ്ങിൽ. പിന്നെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ നല്ലൊരു പയ്യനാണ്. അതുപോലെ തന്നെയാണ്. പിന്നെ പുള്ളി പാവമാണ്, ഭയങ്കര പാവമുള്ളൊരു ആളാണ്. ആളുകളും ചിരിച്ചിരിച്ചോ എന്റെ സ്വഭാവം കണ്ടിട്ട്. അറിയത്തില്ല, അതൊക്കെ ദൈവം എന്താണ് നിശ്ചയിച്ചിരിക്കുന്നത്, അതൊക്കെ ആ വഴിയിലൂടെ നടക്കും. ടോപ്പ് 5 വരാൻ സാധ്യതയുള്ള ആൾക്കാർ ടോപ്പ് 5 സീസൺ ആണോ? ഇപ്പൊ ഈ സീസൺ ഏതാ? 6 ആണ്. എനിക്ക് അങ്ങനെ ചോദിച്ചു, ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളല്ല. ഇപ്പം എങ്ങനെയാണോ പോകുന്ന, ആരാ നന്നായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടുമല്ലേ? ഇപ്പൊ ഔട്ടായത് ഒത്തിരി പേര് ഔട്ടായിട്ടുണ്ട്. ഇപ്പം എനിക്കൊന്ന് അഭിഷേക് ഉണ്ട്, പേരെന്താ, ജാസ്മിൻ, ജിൻഡു ചേട്ടൻ. എനിക്ക് പരിചയമില്ല. ജസ്റ്റ് ചേട്ടന് സിജോ, പുള്ളി. പിന്നെ വേറെ ആരാ? മുസ്കാൻ, പുള്ളി പാവട്ടോ. പുള്ളി എനിക്ക് അങ്ങനെ അറിയില്ല. പുള്ളി കുറെ ട്രോളിയിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ടുള്ളൂ. പക്ഷെ പുള്ളി അവിടെ പോയി ഭയങ്കര സൈലന്റ് ആയി. പുള്ളി എന്താന്ന് പഠിച്ചു, ജീവിതം എന്താന്ന് പഠിച്ചു എന്ന് ഞാൻ പുള്ളിയുടെ അങ്ങനെയൊക്കെയാണ് ജീവിതം അല്ലേ? എന്ത് ചെയ്യാനാ? ഞാൻ പോയാലും അങ്ങനെയൊക്കെ തന്നെ ഇരിക്കും. ഞാൻ ആരാവുന്നോ? ഞാനായിട്ട് തന്നെ നിൽക്കും ചേട്ടാ, അത്രേ ഉള്ളൂ. അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ പോവില്ല, ചിലപ്പോൾ അതൊക്കെ ആ സമയത്ത് സിറ്റുവേഷൻ എങ്ങനെ, അതാ നേരത്തെ പറഞ്ഞത്. വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും. ചിലപ്പോൾ പോകാൻ തോന്നും, ചിലപ്പോൾ പോകണ്ടെന്ന് പറയും. അച്ഛനമ്മയൊക്കെ എങ്ങനെയാണെന്ന് പറയട്ടെ, നോക്കാം, വെയിറ്റ് ചെയ്യും. സ്റ്റാർ മാജിക് ഉള്ളിടത്തോളം പോവില്ല.